അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നമ്മുടെ BJP NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ ഒരു ഒഫീഷ്യൽ ഫോർമൽ സ്വീകരണം സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഇലക്ഷന്റെ തിരക്കിൽ നമ്മൾ അദ്ദേഹത്തിന് ഒരു ഫോർമലായിട്ടൊരു സ്വീകരണമോ സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് ആ ഒരു അവസരം അദ്ദേഹത്തിന് വെൽക്കം ചെയ്യാനും കഴിഞ്ഞ 3 ആഴ്ച 4 ആഴ്ച അദ്ദേഹം ചെയ്ത അധ്വാനവും അദ്ദേഹം അവിടെ ഒരു ജനകീയമായ ഒരു ലീഡറായിട്ട് നിലമ്പൂരിൽ പ്രവർത്തിച്ചു. BJP NDA വോട്ട് ഷെയർ വർദ്ധിച്ചു. അതിന് ഞങ്ങളെല്ലാവരും പാർട്ടി മൊത്തം അദ്ദേഹത്തിന് നന്ദി പറയുന്നു, ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞത് ഒറ്റക്കെട്ടായിട്ട് നിലമ്പൂർ മലപ്പുറം ജില്ലയിലെ ടീം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇനി മുമ്പോട്ട് പോകും. അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും, അവിടെ പ്ലാൻ ഉണ്ടാക്കും. വാഗ്ദാനം കൊടുത്ത 1-2 കാര്യങ്ങൾ ഈ ഇലക്ഷന് മുമ്പ്, അസംബ്ലി ഇലക്ഷന് മുമ്പ് ചെയ്യാൻ നമ്മൾ ഒരു അറ്റംപ്റ്റ് നടത്തും. ഞാൻ ആദ്യം ഒരു റീവൈൻഡ്, നമ്മൾ വികസിത കേരളം കൺവെൻഷനിൽ നമ്മൾ സംസാരിച്ചപ്പോൾ, പിന്നെ വികസിത കേരളം കൺവെൻഷൻ്റെ ഒപ്പം ആ നേതൃയോഗത്തിൽ നമ്മൾ ഇരുന്നപ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ അന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് പിന്നെ കുറച്ച് ചർച്ച ചെയ്യാം. അന്ന് ഞാൻ പറഞ്ഞത്, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മിഷൻ 2025, അത് കഴിഞ്ഞിട്ട് മിഷൻ 2026 നമ്മുടെ അസംബ്ലി ഇലക്ഷൻ, പാർട്ടിക്ക് വേണ്ടി, കേരളം മൊത്തം നാടിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട ഇലക്ഷനായിട്ട് നമ്മൾ കാണണം എന്ന് ഞാൻ അന്ന് പറഞ്ഞു. അത് ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ജനങ്ങൾക്ക് മാറ്റം വേണം. LDFും UDFും മാറി മാറി ഭരിച്ച ഈ നാടിനെ അവർ നശിപ്പിച്ചു. അവർക്ക് മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മൾ ചെയ്യുന്നതും പറയുന്നതും, അടുത്ത 4 മാസം ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു, അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷൻ. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും പറയാൻ പോകുന്നതെല്ലാം BJPനെ ഒരു മാറ്റം, ഒരു മാറാത്തത് ഇനി മാറും എന്ന ഒരു ഏജന്റ് ഓഫ് ചേഞ്ച് ആയിട്ട് ജനങ്ങൾ കാണണമെന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്, ഇന്നും പറഞ്ഞത്. അപ്പോൾ വികസിത കേരളം സൃഷ്ടിക്കണം, അതിന് BJP അധികാരത്തിൽ വരണം. അതാണ് BJP കേരളത്തിൻ്റെ ദൗത്യം, ലക്ഷ്യം എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഇന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കാം. ഈ നിലമ്പൂർ ഇലക്ഷൻ, ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച് കഴിഞ്ഞിട്ടാണ് ഈ നിലമ്പൂർ ഇലക്ഷൻ വന്നത്. അപ്പോൾ ഈ നിലമ്പൂർ ഇലക്ഷനിൽ നമ്മൾ എന്താണ് കണ്ടത്, കേട്ടത്, എന്താണ് ജനങ്ങൾ ഇവിടെ ഈ ഇലക്ഷനിൽ പഠിച്ചത്, ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ പോകുന്ന ട്രജക്ടറി, ഈ വികസിത കേരളം, ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ നിലമ്പൂർ ഇലക്ഷനിൽ, ഇപ്പോൾ കഴിഞ്ഞ ഈ പോയ നിലമ്പൂർ ഇലക്ഷനിൽ LDFും UDFും വികസനത്തെക്കുറിച്ചോ ജനങ്ങളുടെ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചോ, ജനങ്ങൾ കൊടുത്ത അവസരങ്ങൾ, ഭരിക്കാൻ കൊടുത്ത അവസരങ്ങളെ അവർ അതുകൊണ്ട് എന്ത് ചെയ്തോ അതിനെപ്പറ്റി ഒരു വാക്ക് അവരെ 1 മാസത്തിൻ്റെ ആ ഒരു ഇലക്ഷൻ ക്യാമ്പിൽ അവർ ഒന്നും പറഞ്ഞില്ല. അത് എന്തുകൊണ്ട്? ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ വികസിത കേരളം കൺവെൻഷനിൽ അന്ന് പ്രെഡിക്റ്റ് ചെയ്ത കാര്യം ഇന്ന് അത്
സത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണത്? അവർ വികസനമല്ല വിട്ട് പ്രീണനം, നോണ, ജനങ്ങളെ മനസ്സിൽ ജനങ്ങളെ പേടിപ്പിക്കുക, അത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി പേടിപ്പിക്കുക, വേറെ എല്ലാ ഇഷ്യൂസും മുമ്പോട്ട് വെച്ച് എങ്ങനെയെങ്കിലും അവർക്കൊരു ഡെസ്പറേറ്റ് ആയിട്ട് എലക്ഷൻ ജയിക്കാൻ ഒരു സ്ട്രാറ്റജി അവരുണ്ടാക്കുന്നത് ഞാൻ അന്ന് പറഞ്ഞു. അതാണ് സത്യമായിട്ട് നിലമ്പൂർ നമ്മൾ കണ്ടത്.